തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വിഴിഞ്ഞത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി ലൈൻ പൊട്ടി. രാഹുൽ ജി നാഥ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എവിടേക്കാണ് മഴ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്? വിവരങ്ങൾ പറയൂ. തിരുവനന്തപുരം ജില്ലയിൽ വൈകുന്നേരം 6 മണി മുതൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വഞ്ചിയൂരിൽ ഇതാണ് തിരുവനന്തപുരം നഗരത്തിലെ പലയിടങ്ങളിലെ സ്ഥിതി. അതായത് വഞ്ചിയൂരിൽ ഇപ്പൊ മരം കടപുഴകി വീണത് കാണാം. ഹോളി ഏഞ്ചൽസ് സ്കൂളിന്റെ ഒരു കോമ്പൗണ്ടാണ്, അവിടെ മരം കടപുഴകി കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നഗരത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ മരം കടപുഴകി വീണുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വൈകുന്നേരം ഉണ്ടായ മഴയിൽ അതിശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. അതായത് 1 മണിക്കൂറിന് അകത്ത് അതിശക്തമായ മഴയും കാറ്റുമാണ് തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് സ്ഥിതി. കാരണം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാമെങ്കിൽ ഇവിടെ വഞ്ചിയൂർ ഭാഗത്ത് മരം റോഡിലേക്ക് കടപുഴകി വീണിട്ടുണ്ട്. സമാനമായി റിസർവ് ബാങ്കിന്റെ അതായത് വലതക്കാട് റിസർവ് ബാങ്കിന്റെ പ്രദേശത്ത് മരം കടപുഴകി വീണു. അത്തരത്തിൽ കാറ്റ് മൂലം ഇത്തരത്തിൽ മരം കടപുഴകി റോഡിലേക്ക് വീണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും എന്തായാലും നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിലും അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. വിഴിഞ്ഞ ഭാഗത്തും ഇത്തരത്തിൽ വൈദ്യുതി പോസ്റ്റിന് മേലിലൂടെ മരം കടപുഴകി വീണ് വലിയ അപകടം ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, നഗരപ്രദേശങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാറ്റിന്റെ സാന്നിധ്യമാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അപ്പോഴും വിഴിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ മഴ ഇപ്പോൾ മഴയുടെ സ്ഥിതി ഇപ്പോൾ എന്തായാലും ശാന്തമാണ്. അതിശക്തമായ മഴയില്ല. രാഹുൽ, കാണുന്നത് വഞ്ചിയൂരില് മരം കടപുഴകി വീണ ആ ദൃശ്യമാണോ? വഞ്ചിയൂരിൽ എവിടെയായിട്ടാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോളി ഏഞ്ചൽസ് സ്കൂൾ, അതായത് വഞ്ചിയൂരിൽ നിന്ന് വെള്ളാശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ്. ഹോളി ഏഞ്ചൽസ് സ്കൂളിന്റെ കോമ്പൗണ്ടിലുള്ള മരമാണ് ഈ പുറത്തേക്ക് മതിൽ നിന്ന് പുറത്തേക്ക് റോഡിലേക്ക് വീണ് കിടക്കുന്നത്. ഇത് നീക്കം ചെയ്യാനുള്ള ആളുകൾ ആരും ഇതുവരെ എത്തിയിട്ടില്ല. മറ്റു വാഹനങ്ങളോ അല്ലെങ്കിൽ ഇവിടെ വൈദ്യുതി വിളക്കുകളില്ല, വേറെ വെളിച്ചമില്ല. വരുന്ന വാഹനങ്ങൾ ഇത് കണ്ടുവേണം മാറിപ്പോകാൻ. കാരണം മറ്റ് ഈ പറയുന്ന അപായ ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഏതാണ്ട് കുറച്ച് സമയം മുൻപാണ് മരം ഇത്തരത്തിൽ കടപുഴകി വീണത്. സ്കൂൾ അധികൃതരാണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ഇതുവരെയൊന്നും അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെയാണ് നഗരത്തിലെ പലയിടങ്ങളിലും സൂചിപ്പിക്കുന്നത് പോലെ റിസർവ് ബാങ്കിനടുത്തുമൊക്കെ. ചേട്ടാ, മരം എപ്പോഴാണ് വീണത്? കാറ്റിലേട്ടാ? ഏത് സമയത്താ? ഫുള്ളായിട്ടാണ് കിടന്നത്. ഞങ്ങൾ 2 പേരെ വെട്ടി മാറ്റിയ ശേഷം ബാക്കി ഫയർഫോഴ്സിനെ വിളിച്ചപ്പോ ഒരു വണ്ടി ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ആണോ? അത്തരത്തിൽ ഇത് വൈകുന്നേരം നടന്ന കാറ്റിൽ ഇത്തരത്തിൽ വീണു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സംസാരിച്ചത് സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. അവരാണ് വന്ന് റോഡിലേക്ക് വീണിരുന്ന കുറച്ച് ഭാഗം മാറ്റിയത്. മറ്റാളുകളെ അറിയിച്ചിട്ടുണ്ട്, അവർ എത്തിയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട സാഹചര്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരഭാഗങ്ങളിൽ കാറ്റിന്റെ സാന്നിധ്യം മൂലം ഇത്തരത്തിൽ മരം കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിലും ഈ മഴ ശക്തി കുറഞ്ഞെങ്കിലും മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇതിപ്പോൾ വഞ്ചൂരാണ്, അവിടുത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വഞ്ചൂര് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും വഞ്ചൂർ കോടതിയുടെ ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിൽ അവിടുത്തെ സ്കൂളിന് മുന്നിലാണ് ആ റോഡിലേക്കാണ് മരം വീണ് കിടക്കുന്നത്. അവിടുത്തെ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. രാഹുൽ, ഇതേപോലെ തന്നെയാണല്ലോ ഈ കാര്യവട്ടത്തെ സാഹചര്യം. അവിടെ ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ഈ മരം വീണതൊക്കെ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? അതോ മഴ ശക്തമായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണോ? പൂജ, മഴ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുൻപ് വരെ അതിശക്തമായ മഴയായിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കാറ്റും ഉണ്ടായിരുന്നു. ഇവിടെ എന്തായാലും ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുത പോസ്റ്റുകളില്ല, വെളിച്ചം കുറവാണ്. അപ്പോഴും ഈ അപായ സൂചനാ ബോർഡോ ഒന്നും വെച്ചിട്ടില്ല. കാരണം ഇത്തരത്തിൽ മരം വീഴുമ്പോൾ ഈ വഴി ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു ബോർഡുകൾ വെക്കേണ്ടതാണ്. അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അത് മാത്രമല്ല, നേരത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഈ ശബ്ദം കേട്ടുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഈ സെക്യൂരിറ്റി ജീവനക്കാരാണ് കുറച്ച് ഈ ശിഖരങ്ങൾ വെട്ടി മാറ്റിയത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. നമുക്കിവിടെ ഈ പോലീസിൻ്റെയോ അല്ലെങ്കിൽ അഗ്നിരക്ഷാ സേനയുടെയോ വാഹനങ്ങൾ കാണാൻ കഴിയുന്നില്ല. കുറച്ചധികം സമയമായി ഈ മരം വീണിട്ട്. കാരണം ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ഈ അതിശക്തമായ മഴ ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് തന്നെയാണ് നഗരത്തിലെ സ്ഥിതി. നഗരത്തിൽ ഇത്തരത്തിൽ കാറ്റ് മൂലമുള്ള, അതായത് അതിശക്തമായ കാറ്റ് മൂലം മരം കടപുഴകി വീണുള്ള അപകടങ്ങളാണ് ഉണ്ടായത്. ഒന്ന് വഞ്ചിയൂരിലാണെങ്കിൽ മറ്റൊന്ന് വഴുതക്കാട് റിസർവ് ബാങ്കിന് മുന്നിലും ഇത്തരത്തിൽ
മരം കടപുഴകി വീണു. മറ്റൊന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്താണ്. അവിടെ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നഗരപ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ പ്രദേശത്തേക്കാണ് ഇത്തരത്തിൽ കാറ്റിൽ മരം കടപുഴകി വീണ് അപകടമുണ്ടായിരിക്കുന്നത്. എന്തായാലും വാഹനങ്ങൾക്കോ ആളുകൾക്കോ ഒന്നും ഇതിൽ പരിക്കുകളില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം വിഴിഞ്ഞത്ത് വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണ് ആ പ്രദേശത്താകെ വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥയിലാണ് തുടരുന്നത്. കാരണം അതിശക്തമായ മഴയാണ് അവിടെ പെയ്തത്. ഒപ്പം മലയോര മേഖലയിൽ മഴ തുടരുകയാണ്, ശക്തി കുറവാണ് എന്നത് മാത്രമാണ് ആശ്വാസം. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നഗരഭാഗത്ത് പലയിടങ്ങളിലും മരം കടപുഴകി വീണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വഞ്ചിയൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റൊന്ന് വഴുതക്കാടും കാര്യവട്ടത്തും അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തുമൊക്കെ ഈ രീതിയിൽ മരം കടപുഴകി വീഴുകയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വഞ്ചൂര് റോഡിൽ സ്കൂളിൻ്റെ അടുത്താണ് ഇങ്ങനെ മരം കടപുഴകി വീണിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. മരം റോഡിലേക്ക് വീണ് കിടക്കുകയാണ്. സൈഡിൽ കൂടി വാഹനങ്ങളൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ, അതായത് ശക്തമായ കാറ്റുണ്ടായിരുന്നു അല്ലേ? ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ പേടിക്കുകയൊക്കെ വേണം. ഇനി വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് അറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കണം. ആ രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ടോ? ഈ മഴയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ പൊതുവെ ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? പൂജ, ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂർ അതിശക്തമായ മഴയുണ്ടാകുമെന്നും ഉള്ള അറിയിപ്പ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖല, പ്രത്യേകിച്ച് പൊന്മുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, അതിനെപ്പറ്റിയുള്ള അറിയിപ്പുകൾ വരാനിരിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ കാണുന്ന ഈ കാറ്റിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാകും പുറത്തു വരാനിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 3 മണിക്കൂർ അതിശക്തമായ മഴയുണ്ടാകും. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൈക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ കാറ്റിൻ്റെയും സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ കാറ്റിൽ തന്നെയാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മഴയ്ക്കൊപ്പം കാറ്റ് വരുന്നതാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്ത് ആ പാർക്കിങ്ങിലേക്കൊക്കെ മരം വീണ് അത്തരത്തിൽ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് മരം വീണുകൊണ്ടുള്ള അപകടം, വഴയിലെ അപകടം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ കാറ്റിലുണ്ടാകുന്ന അപകടങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് മരം, അത് പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ വശത്തേക്ക്, തിരക്കുള്ള റോഡിൻ്റെ വശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വീണ്ട അപകടങ്ങളാണ് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നത്. ഇത് ശക്തമായ മഴയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത അതിശക്തമായ മഴയിലാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മരം കടപുഴകി വീണത്. നിലവിൽ ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. കാരണം ഏറ്റവും പ്രധാനം ഇത് തിരക്കുള്ള റോഡാണ്. ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചിയൂർ കോടതിയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ആളുകൾ വന്ന് ഇത് പെട്ടെന്നാണ് അവർ കാണുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിഫ്ലക്ടറുകളോ അല്ലെങ്കിൽ അപായ ബോർഡുകളോ ഒന്നും വെച്ചിട്ടില്ല. സൂക്ഷിച്ചു പോകണമെന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇല്ല. ഇവർ ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഇത് കാണുന്നത്. എന്തായാലും ഹോളി ഏഞ്ചൽ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ ഒരു മരം, അത് കാറ്റിൽ അതിശക്തമായ കാറ്റിൽ കടപുഴകി റോഡിലേക്ക് വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വഞ്ചൂരെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏകദേശം 1 മണിക്കൂർ മുൻപേ ആണ് ഈ മരം വീഴുന്നത്. എന്നിട്ടും ഇപ്പോൾ അത് മുറിച്ചു മാറ്റുന്ന പാകത്തിനുള്ള നടപടികളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. മഴ ഒന്ന് ശക്തി കുറഞ്ഞ് നിൽക്കുകയാണ്. 1 മണിക്കൂറായിട്ടും എന്തുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിലാണ് മരം കടപുഴകി വീഴുകയും പലയിടത്തും ഗതാഗതമൊക്കെ സ്തംഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണതോടുകൂടിയാണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഒപ്പം വിഴിഞ്ഞത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി ലൈൻ പൊട്ടി. സമാനമായ പ്രശ്നം വഴുതക്കാടുമുണ്ട്. എന്തായാലും അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് മാത്രം കനത്ത മഴയുണ്ടാകും. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയം തിരുവനന്തപുരത്തേക്ക് റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു പുതിയ വിവരം കൂടി വരുന്നുണ്ട്. ശക്തമായ മഴ പെയ്യും. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിലോട്ടൊക്കെ പരമാവധി, മലയോര മേഖലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ പരമാവധി ആ യാത്ര ഒഴിവാക്കുക. ഇപ്പോൾ കോഴിക്കോടായാലും അതോടൊപ്പം ഇടുക്കി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് പ്രത്യേകിച്ച് ക്വാറിയുടെ പ്രവർത്തനങ്ങൾ, മണ്ണെടുക്കുന്നതും ഖനനം തുടങ്ങിയതെല്ലാം വിലക്കിയിട്ടുണ്ട്. അതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ബീച്ചിലേക്കും ഉൾപ്പെടെയുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മലയോര പ്രദേശത്തേക്കും ചുരം വഴിയുള്ള യാത്ര അത് രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ നിർത്തിവെക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇടുക്കിയിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിശക്ത മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പോലും കനത്ത കാറ്റും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ മരം കടപുഴകി വീഴുകയും പ്രശ്നമാവുകയും ചെയ്തിരിക്കുന്നത്.